ഓം ശാന്തി. മനസ്സും ബുദ്ധിയും ഞാൻ ആത്മിക സ്വരൂപത്തിൽ ഏകാഗ്രമാക്കുന്നു. സ്വയം തന്നെ കാണുന്നു. മസ്തകമധ്യത്തിലിരിക്കുന്ന ഞാൻ ഒരു ചൈതന്യ ശക്തിയാണ്. നിരാകാരാത്മാവാണ്. പരംപിത പരമാത്മാ രത്നാകർ പിതാവിന്റെ സന്താനം. ഞാൻ ശുഭചിന്തകമണിയാണ്. എന്റെ ശുഭചിന്തക കിരണങ്ങൾ മുഴുവൻ വിശ്വത്തെയും പ്രകാശിതമാക്കുന്നു. ഞാൻ ശുഭചിന്തകമണി സദാ ശുഭചിന്തനത്തിലിരിക്കുന്നു. വ്യർത്ഥ ചിന്തനത്തെയും പരചിന്തനത്തെയും സമാപ്തമാക്കുന്നു. ഞാൻ ശ്രേഷ്ഠ സേവാധാരി ശുഭചിന്തകമണി ശുഭചിന്തനത്തിന്റെ ഖജനാവുകളാൽ സമ്പന്നമാണ്, ഭർപ്പൂറാണ്. ഞാൻ സർവജ്ഞാനരത്നങ്ങളാലും സമ്പന്നമാണ്. ജ്ഞാനചിന്തകനായി മറ്റുള്ളവരുടെ പ്രതി ശുഭചിന്തകനാകുന്നു. ശുഭചിന്തകനായി സദാ എന്റെ സമ്പന്നതയുടെ ലഹരിയിലിരിക്കുകയാണ്. ഞാൻ ശുഭചിന്തക സ്വരൂപത്തിലൂടെ മറ്റുള്ളവരുടെ പ്രതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. സ്വയം പ്രതി ഭർപ്പൂറാകുന്നു. ഓരോ ആത്മാക്കളുടെ പ്രതിയും അനേക ഭാവനകളെ പരിവർത്തനം ചെയ്ത് സദാ ഒരു ശുഭചിന്തക ഭാവന വയ്ക്കുന്നു. സർവരെയും സ്വയം തന്നെക്കാളും മുന്നോട്ട് വെച്ച് ശ്രേഷ്ഠ സഹയോഗം നൽകുന്നു. സർവപ്രതി ശ്രേഷ്ഠ കാമനകൾ വെച്ച് ഞാൻ സർവരുടെയും സഹയോഗിയാകുന്നു. വ്യർത്ഥ ചിന്തനകളെയും പരചിന്തനങ്ങളെയും സമാപ്തം ചെയ്ത് കഴിഞ്ഞു. പോയ കാര്യങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഞാൻ സ്വയം ബിന്ദിയായി മണിയായി സർവർക്കും ശ്രേഷ്ഠ ഭാവന, സ്നേഹഭാവന സമർത്ഥമാകാനുള്ള ഭാവനയുടെ കിരണങ്ങളാൽ പ്രകാശം നൽകുന്നു. ഇപ്പോൾ വിശ്വത്തിന്റെ ഗ്ലോബ് എൻ്റെ മുന്നിലുണ്ട്. ഞാൻ കാണുന്നു വിശ്വത്തിലെ ആത്മാക്കൾ ഏതെങ്കിലും ഒരു ചിന്തകളാൽ തളർന്നിരിക്കുന്നു. സർവരും ചിന്തകളുടെ ചിതയിലായതുകൊണ്ട് തൻ്റെ ധൈര്യത്തിൻ്റെ ചിറക് ദുർബലമായിരിക്കുന്നു. ഞാൻ ശുഭചിന്തകമണി എൻ്റെ ശുഭസങ്കല്പരൂപി കിരണങ്ങൾ വിശ്വത്തിൽ 4 ഭാഗത്തും പരത്തുന്നു. സൂര്യകിരണങ്ങൾ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നതുപോലെ ശുഭസങ്കല്പങ്ങളുടെ കിരണങ്ങൾ വിശ്വത്തിൽ
ദൂരെ ദൂരെ വരെ സർവ ആത്മാക്കളെയും ചിന്താമുക്തരാക്കുന്നു. ധൈര്യമില്ലാത്ത ആത്മാക്കളിൽ ബലം നിറക്കുന്നു, അവരെ ഉയർത്തുന്നു. ചിന്തയുടെ ചിതയിലിരിക്കുന്ന ആത്മാക്കളെ സന്തുഷ്ടമാക്കുന്നു. ആശ്രയത്തിന്റെ അനുഭവം ചെയ്യിക്കുന്നു. ശീതളതയുടെ അനുഭവം ഉണ്ടാകുന്നു. സർവരും അന്വേഷിക്കും, ഈ ആശ്രയ പ്രകാശം എവിടെ നിന്നാണ് വരുന്നതെന്ന്. അന്വേഷിച്ച് ആശ്രയസ്ഥാനത്തെത്തുന്നു. എല്ലാ കുട്ടികളും ബാപ്പദാദിക്ക് സ്നേഹത്തിന്റെ മാലകൾ അർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മാല ബാബയ്ക്ക് സമാനമാകുന്നതിനുള്ള ഉണർവും ഉത്സാഹവുമാണ്. രണ്ടാമത്തേത് ആഴത്തിൽ വേർപിരിഞ്ഞ ബന്ധനത്തിലുള്ള ഗോപികമാരുടെ കണ്ണുനീർമലയാണ്. മൂന്നാമത്തേത് ചില കുട്ടികളുടെ പരാതികളുടെ മാല. എല്ലാവരുടെയും മുഖത്ത് സ്നേഹത്തിന്റെ വിഷയത്തിന്റെ തിളക്കം കാണുന്നുണ്ടായിരുന്നു. സ്നേഹത്തോടെ പരമാത്മാവിനെ തന്റെ സുഹൃത്താക്കി മാറ്റുന്നു. അതിൻ്റെ ഓർമ്മ ചിഹ്നമാണ് ഖുദാ ദോസ്തിൻ്റെത്. ഞാൻ ബാബയെ കൂട്ടുകാരനാക്കുന്നു. ജ്ഞാനം ബീജമാണ്. സ്നേഹത്തിന്റെ ജലം ബീജത്തിൽ പ്രാപ്തിയുടെ ഫലം നിറഞ്ഞതാക്കുന്നു. ഞാൻ സദാ സ്നേഹത്തിന്റെ സാഗരത്തിൽ ലയിച്ചിരിക്കുന്നു. കലിയുഗത്തിന്റെ സമാപ്തിയുടെ സമയമാണ്. കൊടുങ്കാറ്റുകൾ വരും. ബാബയുടെ വരദാനി ഹസ്തങ്ങൾ എല്ലാ പുരുഷാർത്ഥി കുട്ടികളുടെയും തലയ്ക്ക് മുകളിലുണ്ട്. ദൃഢതയുടെ താക്കോൽ ഉപയോഗിച്ചവർ സഫലത നേടുന്നു. ഞാൻ ഹീറോ പാട്ടുധാരിയായി എല്ലാ കാര്യങ്ങളും ഹീറോയുടെ സമാനം ചെയ്യുന്നു. സദാ ശുഭചിന്തകനാകുന്നു. ആരുടെയെങ്കിലും കുറവുകളെ കാണുകയും കേൾക്കുകയും ചെയ്താൽ ദയാഹൃദയരായി ശുഭചിന്തകരായി അവർക്ക് സഹയോഗം നൽകുന്നു. രണ്ടാമത്തേത് ശുഭചിന്തനമാണ്. ഞാൻ ശുഭചിന്തനത്തിനായി സമാനത്തിന്റെ ടൈറ്റിലുകൾ ഗൃഹപാഠമാക്കുന്നു. മനസ്സ് ബിസിയാക്കുന്നു. സർവസങ്കല്പങ്ങളിൽ സമയം നഷ്ടമാകില്ല. മൂന്നാമത്തേത് ശുഭവൃത്തി. നാലാമത്തേത് എൻ്റെ ജോലിയാണ് ശുഭവായുമണ്ഡലം സൃഷ്ടിക്കുക. അടുത്തു വരുന്ന എല്ലാവർക്കും ഏതെങ്കിലും ഒരു ഗുണം സമ്മാനം നൽകുന്നു. ദാതാവിൻ്റെ സങ്കല്പം ലിഫ്റ്റായി മാറുന്നു. ഒരു ഗുണങ്ങളുടെയും കുറവുണ്ടാകില്ല. നൽകുന്തോറും വർദ്ധിക്കും. ദാനം കൊടുത്താൽ ഗ്രഹണം മാറുന്നു. അഞ്ചാമത്തേത് സീറോയും ഹീറോയും കേൾപ്പിച്ചതിനാണ്. ഈ കാര്യത്തിൽ മനനം ചെയ്ത് ഞാൻ ബ്രാഹ്മണനിൽ നിന്നും ഫരിസ്തയാകുന്നു. ദേവതയാകുന്നത് എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. ഞാൻ ബാബ നൽകിയ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. സൂക്ഷ്മ സങ്കല്പങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്നും മുക്തമായി ഉയർന്ന സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്ന ബന്ധനമില്ലാത്തവരാകുന്നു.
ഞാൻ ബന്ധനമില്ലാത്തവനാണ്. ഈ വരദാന സ്മൃതിയിൽ വെച്ച് മുഴുവൻ ലോകത്തെയും മായയുടെ കെണികളിൽ നിന്ന് മുക്തമാക്കുന്നതിൻ്റെ സേവനം ചെയ്യുന്നു. ദേഹി അഭിമാനി സ്ഥിതിയിലൂടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അസ്വസ്ഥത സമാപ്തമാക്കുന്നവരാണ് അചഞ്ചലമായിരിക്കുന്നത്. ബാബ തന്നിരിക്കുന്ന സൂചനയാണ് ഒന്നും പുതിയതല്ലെന്ന് മനസ്സിലാക്കി നിശ്ചയ ബുദ്ധി വിജയീ സ്വരൂപത്തിലൂടെ മറുകടക്കുകയാണെങ്കിൽ നിശ്ചിന്ത ചക്രവർത്തിയാകും. ഓം ശാന്തി.